സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ഭാഗം ഇവിടെ കാണാം, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചർ. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ, ബ്രിട്ടീഷുകാരുടെ ഒരു സ്വാധീനം എപ്രകാരമായിരുന്നു? കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനമാണ്, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചർ. അതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കുറച്ച് അത്യാവശ്യം പാരഗ്രാഫുകളൊക്കെ ആയിട്ട് കുറച്ച് നീളത്തിൽ അതിങ്ങനെ കിടക്കുകയാണ്. കുറച്ച് ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പരാമർശിക്കുന്നതെന്ന്. ദി ബിഗിനിങ് ഓഫ് പ്രിന്റിംഗ് ഇൻ കേരള വാസ് വിത്ത് ദി അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്. കേരളത്തിൽ പ്രിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിഗിനിങ് ഓഫ് പ്രിന്റിംഗ്. പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ? അച്ചടി. അപ്പോൾ കേരളത്തിൽ അച്ചടി തുടങ്ങുന്നത്, പ്രിന്റിംഗ് തുടങ്ങുന്നത് യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ്. യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആദ്യമായി കേരളത്തിലേക്ക് എത്തിയ യൂറോപ്യർ എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്, വാസ്കോ ഡ ഗാമയിലൂടെ. അപ്പൊ അങ്ങനെയുള്ള യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത്, പ്രിന്റിംഗ് ആരംഭിക്കുന്നത്. അതുപോലെ the Jesuit missionaries were highly interested in publishing dictionaries and grammar texts. ആദ്യകാലത്ത് പോർച്ചുഗീസുകാരനായിട്ടുള്ള വാസ്കോ ഡ ഗാമ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കച്ചവടക്കാര് മാത്രമല്ല ഉണ്ടായിരുന്നത്, കൂട്ടത്തിൽ മതപ്രബോധകരും ഉണ്ടായിരുന്നു. അവരുടെ മതം, അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുടെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സംഘങ്ങളും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മിഷണറിമാര്, മതപ്രബോധകര്, മതപ്രചാരകര് കൂടുതൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. എന്തിനൊക്കെ? They were highly interested in publishing dictionaries and grammar text. അതായത് വ്യാകരണ ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ ഡിക്ഷണറി, നിഘണ്ടു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിഘണ്ടു, എല്ലാവർക്കും ഇംഗ്ലീഷ് തന്നെയായിരിക്കും കുറിച്ച് പരിചയം ഉണ്ടാവുക. ഡിക്ഷണറികളും അതേപോലെ ഗ്രാമർ ടെക്സ്റ്റുകൾ, വ്യാകരണ ഗ്രന്ഥങ്ങളൊക്കെ തയ്യാറാക്കുന്നതിൽ ഇങ്ങനെയുള്ള മിഷണറിമാര്, മതപ്രബോധകര് വലിയ താല്പര്യം കാണിച്ചിരുന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അച്ചടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളിവിടെ പറഞ്ഞു തുടങ്ങുകയാണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് പ്രിപ്പയർഡ് ദി ഫസ്റ്റ് മലയാളം ഗ്രാമർ ടെക്സ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇവിടെ ഇതേപോലെ നമുക്ക് 4-5 പോയിന്റുകൾ എണ്ണി പഠിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്, ആദ്യത്തെ മലയാളം ഗ്രാമർ ടെക്സ്റ്റ്. മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ്, അതല്ലെങ്കിൽ ഗ്രാമർ ടെക്സ്റ്റ് അല്ലെങ്കിൽ വ്യാകരണ ഗ്രന്ഥം, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം അല്ലെങ്കിൽ ഗ്രാമർ ടെക്സ്റ്റ് തയ്യാറാക്കിയ വ്യക്തി ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. അതേപോലെ മറ്റൊരു വ്യക്തിയെ പറയുന്നു, അർണോസ് പാതിരി. പത്തിരി എന്ന് വായിക്കരുത്, പാതിരി. അർണോസ് പാതിരി. ദി ഫസ്റ്റ് മലയാളം ഡിക്ഷണറി. ആദ്യത്തെ മലയാളം ഡിക്ഷണറി ആര് തയ്യാറാക്കി? അർണോസ് പാതിരിയും തയ്യാറാക്കി. ശ്രദ്ധിക്കണം. അപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു. മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് പ്രിപ്പയർ ചെയ്തു. മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി ആരുടെ വകയാണ്? അർണോസ് പാതിരിയുടെ വകയാണ് മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി. അപ്പൊ 2 പോയിന്റ് അവിടെ കിട്ടി. ഇനി മറ്റൊന്ന്, സംക്ഷേപ വേദാർത്ഥം. ശ്രദ്ധിക്കണേ, സംക്ഷേപ വേദാർത്ഥം is the first book to be entirely published in മലയാളം ലാംഗ്വേജ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, മുഴുവനായിട്ട് മാർക്ക് ചെയ്യാം. സംക്ഷേപ വേദാർത്ഥം is the first book to be entirely published in മലയാളം ലാംഗ്വേജ്. അതായത് പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം. പൂർണ്ണമായും മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം. അതിന്റെ ഒരു ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പഴയ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ ടെക്സ്റ്റിൽ പുസ്തകത്തിന്റെ ഒരു കവർ പേജിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ ടെക്സ്റ്റ് അത് കാണുന്നില്ല. പോട്ടെ. അപ്പൊ ഏതായാലും സംക്ഷേപ വേദാർത്ഥം മലയാളത്തിലെ ഫസ്റ്റ് ബുക്ക് ടു ബി എൻറ്റയർലി പബ്ലിഷ്ഡ് ഇൻ മലയാളം ലാംഗ്വേജ്. ഇനി അതേപോലെ അപ്പൊ 3 പോയിന്റുകൾ ഇവിടെ കിട്ടി. ഇനി 4ാമത്തെയും 5ാമത്തെയും പോയിന്റ് ഒരുമിച്ച് പറയാണ്. ഇംഗ്ലീഷ് മലയാളം ആൻഡ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറീസ്. ശ്രദ്ധിക്കണേ, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയും
അതേപോലെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയും, അത് രണ്ടും തയ്യാറാക്കിയ ആൾക്കാരെ പറ്റി പറയുകയാണ്. അപ്പൊ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ പറയാം. ഓക്കെ, ഇവിടെ കാണുന്നത് പോലെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ ബെയ്ലി. ഓക്കെ, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ഇനി മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയോ? മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആൻഡ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറീസ് were published by the missionaries ബെഞ്ചമിൻ ബെയ്ലി ആൻഡ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. രണ്ടുപേരും ആരാണ്? മിഷണറിമാരാണ്, മതപ്രബോധകരാണ്, മതപ്രചാരകരും കൂടിയായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് ഡിക്ഷണറികൾ തയ്യാറാക്കുന്നത്. പരസ്പരം മാറിപ്പോവരുത്, അതിനാണ് ഞാൻ നേരത്തെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞത്. ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി പ്രിപ്പയർഡ് ബൈ ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ബൈ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും പോയിന്റിന്റെ എണ്ണം കൂടി. ഇനി വീണ്ടും അടുത്ത സെന്റൻസ് മറ്റൊരു പോയിന്റ് ആണ്. ഹെർമൻ ഗുണ്ടർട്ട് നമ്മളിപ്പോ പറഞ്ഞ പേരാ, അതുകൊണ്ട് കൺഫ്യൂഷൻ വേണ്ട. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് also published the first Malayalam newspapers, namely Rajya Samacharam and Paschimodayam from Talasheri. Okay, from Talasheri. എന്താ പറയുന്നത്? ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് പറയാണ്. ഹെർമൻ ഗുണ്ടർട്ട് പബ്ലിഷ്ഡ് ദി ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പേഴ്സ്. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യകാല പത്രങ്ങളായിട്ടുള്ള രാജ്യസമാചാരം അതേപോലെ പശ്ചിമോദയം, ഇത് രണ്ടും ആരാ പ്രസിദ്ധീകരിക്കുന്നത്? ഒരു മലയാളിയല്ല പ്രസിദ്ധീകരിക്കുന്നത്, പോർച്ചുഗീസുകാരനായിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ടാണ്. ഓക്കെ, ഹെർമൻ ഗുണ്ടർട്ടാണ് എന്ത് പ്രസിദ്ധീകരിക്കുന്നത്? ആദ്യകാല മലയാള പത്രങ്ങളായ രാജ്യസമാചാരം അതേപോലെ പശ്ചിമോദയം, തലശ്ശേരിയിൽ നിന്ന് ഇത് രണ്ടും പ്രസിദ്ധീകരിക്കുന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പൊ കുറേയേറെ കാര്യങ്ങൾ, ഒരു 5ഓളം മാർക്കിനുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല. കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്, കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള മിഷണറിമാർ അപ്പൊ ഒരുപാട് നമ്മുടെ പിന്നെ പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ അവർ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, നമ്മുടെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിനൊക്കെ അത് കാരണമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എക്സ്ട്രാ റീഡിംഗ് ബോക്സ് അല്ല, എക്സാമിന് ചോദിച്ചിട്ടുള്ള ബോക്സ് ആണ്. ഓക്കെ, കേരളത്തിലെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട മിഷണറീസ്, അതേപോലെ അവരുടെ ഫീൽഡ് ഓഫ് വർക്ക്, ഏത് പ്രദേശത്താണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തത്, പ്രവർത്തിച്ചത് എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 3 മിഷണറി സംഘങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. പ്രധാനപ്പെട്ട 3 മിഷണറി സംഘങ്ങൾ. ഒന്ന് LMS എന്ന് ഷോർട്ടാക്കി വിളിക്കാം, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ഒരു മിഷണറി ഗ്രൂപ്പാണ്, കേരളത്തിലെത്തിയിട്ടുള്ള ഒരു മിഷണറി സംഘമാണ്. അവരുടെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഏതാ? ട്രാവൻകൂർ, തിരുവിതാംകൂറിലായിരുന്നു. അതേപോലെ CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. CMS കോളേജ് കേട്ടിട്ടുണ്ടാവും ഒരുപക്ഷെ പലരും, കോട്ടയത്തെ CMS കോളേജ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കോളേജും കൂടിയാണിത്. കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് CMS കോട്ടയം എന്ന് പറയുന്നത്. അത് ഈ ഒരു ചർച്ച് മിഷൻ, CMSന്റെ ഫുൾ ഫോം ആണ് ഇവിടെ കാണുന്നത്, ചർച്ച് മിഷൻ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ചർച്ച് മിഷൻ സൊസൈറ്റി CMS, അവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം കൊച്ചിയും ട്രാവൻകൂറുമാണ്. ഇനി BEM, ബൈസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ചില സ്കൂളിന്റെ ഒക്കെ പേര് കാണാം നമുക്ക്, BEM എന്നുള്ള പേരിലുള്ള സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണ് BEMന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. മറ്റൊരു മിഷണറി ഗ്രൂപ്പാണ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള. അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് മലബാർ ആയിരുന്നു പ്രധാനമായും. ഓക്കെ, മലബാർ ആയിരുന്നു. അപ്പൊ ഇതൊക്കെ കേരളത്തിൽ എത്തിയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള മിഷണറി ഗ്രൂപ്പുകളാണ്, അവരുടെ പ്രവർത്തന മേഖലകളാണ്. ഓക്കെ, ദെൻ the policy of education for all, irrespective of caste, religion, was flagged off in Kerala with the educational programs of the missionaries. അതായത് മധ്യകാലഘട്ടങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, വിദ്യാഭ്യാസത്തിനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവസരം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉള്ളതിനേക്കാൾ ഒരല്പം കൂടിയ തലത്തിൽ നമ്മുടെ കേരളത്തിലും എന്തുണ്ടായിരുന്നു? വലിയ തോതിൽ ജാതീയതയുണ്ടായിരുന്നു. അങ്ങനെയുള്ള വിവേചനങ്ങൾ, ഡിസ്ക്രിമിനേഷൻസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു.
അതുകൊണ്ടൊക്കെ തന്നെയാണ് അക്കാലത്ത് വിവേകാനന്ദൻ നമ്മുടെ കേരളത്തെ എന്ത് വിളിച്ചത്, കേരളം ഒരു ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ ഇവിടെ പറയാനുണ്ട്. അടുത്ത ഭാഗം നമ്മൾ വിവേകാനന്ദന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കേരള എ ലുണാറ്റിക് അസൈലം. അതിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് പറയാം. അപ്പോൾ ഈ രൂപത്തിൽ കേരളത്തിൽ എല്ലാവർക്കും എന്ത് കിട്ടിയിരുന്നില്ല, വിദ്യാഭ്യാസത്തിനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദി പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, religion was flagged off in Kerala with the educational programs of the missionaries. അതായത് നമ്മുടെ നാട്ടില് ജാതി അതേപോലെ മതം തുടങ്ങിയിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ള ഒരു ആശയത്തിലേക്ക്, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്താൻ കാരണം, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുന്നതിനൊക്കെ ഒരു തുടക്കം കുറിച്ചത് ഇങ്ങനെയുള്ള മിഷണറി ഗ്രൂപ്പുകളാണ്, മിഷണറിമാരാണ്. അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. മിഷണറി സംഘങ്ങൾ അവരുടെ മതം പ്രചരിപ്പിച്ചിട്ടുണ്ട്, മതത്തിന്റെ പ്രബോധകരായിട്ട് പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ മിഷണറിമാരുടെ പ്രവർത്തനം അതുകൊണ്ട് മാത്രമെന്നല്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഒരു വലിയ അളവ് വരെ മതത്തിനും ജാതിക്കും അതീതമായി എല്ലാവർക്കും വിദ്യാഭ്യാസം വേണമെന്ന ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ആശയത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വപരമായിട്ടുള്ള വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആര്? ഈ മിഷണറിമാർ എന്ന് പറയുന്ന വിഭാഗം. The rulers of Kochi and Travancore granted land to the missionaries to start educational institutions. അവരുടെ ആ ഒരു സ്വാധീന ഫലമായി തന്നെ അക്കാലത്ത് കേരളത്തില്, പിന്നെ കൊച്ചിയിലും ട്രാവൻകൂറിലൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ഇങ്ങനെയുള്ള മിഷണറി സംഘങ്ങൾക്ക്, മിഷണറിമാർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ധാരാളം ഭൂമിയൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റാർട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളുകളും കോളേജുകളും ഒക്കെ, അങ്ങനെയുള്ള വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മിഷണറി സംഘങ്ങൾക്ക് അന്നത്തെ ഭരണാധികാരികൾ ഭൂമിയൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. The rulers of Travancore and Kochi also intervened in the educational sectors by establishing schools and colleges. അപ്പോൾ ഇങ്ങനെയുള്ള മിഷണറി ഗ്രൂപ്പ്സിന്റെ ഒക്കെ ആക്ടിവിറ്റീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന വണ്ണം കേരളത്തിലെ ട്രാവൻകൂറിലും കൊച്ചിയിലും ഒക്കെയുള്ള റൂളേഴ്സും അവരുടേതായിട്ടുള്ള സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂളുകളും കോളേജുകളും ഒക്കെ പല സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദി പ്രൊക്ലമേഷൻ ഓഫ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, the proclamation of free primary education in 1817 by Gauri Parvati Bai, the ruler of Travancore, is a remarkable one of its kind. അതായത് നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ സെന്റൻസ് എന്താ? ട്രാവൻകൂറിലും കൊച്ചിയിലൊക്കെയുള്ള റൂളേഴ്സ് വിദ്യാഭ്യാസത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി സ്കൂളുകളും കോളേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മളിപ്പോൾ അണ്ടർലൈൻ ചെയ്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തത്, the proclamation of free primary education by Gauri Parvati Bai in the year 1817. അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ബായ് 1817 ഒരു വലിയ പ്രഖ്യാപനം നടത്താണ്, ഒരു പ്രൊക്ലമേഷൻ, ഒരു വിളംബരം, ഒരു പ്രഖ്യാപനം നടത്താണ്. എന്താണ് ആ പ്രഖ്യാപനം? ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, അതായത് പ്രൈമറി വിദ്യാഭ്യാസം എല്ലാവർക്കും എന്താക്കുക? സാർവത്രികമാക്കുക. എല്ലാവർക്കും പ്രൈമറി വിദ്യാഭ്യാസം ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം 1817 അന്നത്തെ ട്രാവൻകൂർ ഭരണാധികാരിയായ ഗൗരി പാർവതി ഭായ് എടുക്കുകയാണ്. 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ഒരു വിളംബരം അങ്ങനെ പുറപ്പെടുവിക്കുകയാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ. അപ്പോൾ അത് ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഓർത്തു വെക്കുക. ദി പ്രൊക്ലമേഷൻ ഓഫ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ 1817 ബൈ ഗൗരി പാർവതി ബായ്. Then in previous classes we have discussed the punitive measures that existed in Kerala before the arrival of British. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന ചില ശിക്ഷാരീതികളെ പറ്റിയൊക്കെ. പ്യൂണിറ്റീവ് മെഷേഴ്സ് മീൻസ് ചില ശിക്ഷാരീതികളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വാട്ടർ ടെസ്റ്റ്, പോയിസൺ ടെസ്റ്റ്, ഫയർ ടെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള, അതായത് വിഷപരീക്ഷ, അഗ്നി പരീക്ഷ, അങ്ങനെയൊക്കെയുള്ള, അതേപോലെ ജലപരീക്ഷ, അങ്ങനെയൊക്കെയുള്ള പല ശിക്ഷകൾ ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിരിച്ചു പോകുന്ന, ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലൊക്കെയുള്ള ശിക്ഷാരീതികളായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്.
ജലപരീക്ഷ എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തു എന്ന് കരുതുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യാണ്, മുതലകളുള്ള ഒരു ജലാശയത്തിലേക്ക് തള്ളിയിടുകയാണ്. മുതല പിടിച്ചില്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അതാണ് വിശ്വാസം. അതേപോലെ തന്നെ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്ന ആൾ നമ്മൾ എന്ത് ചെയ്യാണ്, വിഷപ്പാമ്പുകളെ, വിഷസർപ്പങ്ങളെ അടച്ചു വെച്ചിട്ടുള്ള ഒരു കുടത്തിലേക്ക് അയാളുടെ കൈ ഇടുകയാണ്. പാമ്പ് കടിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല, അതാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള, അതേപോലെ അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള, ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിരി തോന്നുന്ന, ഒരു പക്ഷേ എത്രത്തോളം വിവേചനം അക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില ശിക്ഷാരീതികളൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ജാതിയാണ് അവിടെ നോക്കുക. ജാതി താഴ്ന്ന ജാതിയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷയായിരിക്കും. ഉയർന്ന ജാതിയാണെങ്കിലോ, ഉയർന്ന ജാതിയാണെങ്കിൽ അവർക്ക് വേറെ ചില ശിക്ഷാരീതികളാണ്. അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് ഒരു തെറ്റ് ചെയ്തത് എങ്കിൽ അവർ ചെയ്ത തെറ്റ് പനയോലകളിൽ, ചെറിയ താളുകളിൽ, ചില ഇലകളുടെ മുകളിലൊക്കെ ചെറിയ പനയോലന്റെ കഷ്ണത്തിന്റെ മുകളിലൊക്കെ ആ തെറ്റ് എഴുതിയ ശേഷം അതിന്റെ വെയിറ്റ് നോക്കും, അത് തുലാസിലിട്ട് തൂക്കി നോക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത് തൂങ്ങൂല. ആ ഒരു കനമുള്ള ഭാഗമായിട്ട് അത് താഴോട്ട് പോകൂല, ഒരിക്കലും പോവില്ല. അപ്പൊ അവർക്ക് പേരിന് മാത്രം ചെറിയ ശിക്ഷകളോ അല്ലെങ്കിൽ ശിക്ഷയില്ലാതെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന, ജാതി അടിസ്ഥാനമാക്കിയൊക്കെയുള്ള ശിക്ഷാരീതികളോ നിയമസമ്പ്രദായങ്ങളാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ at that time the nature of trial and punishment was based on the caste of the accused. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇവിടെ വായിച്ചത്, അപ്പൊ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അതായത് ജാതി അടിസ്ഥാനമാക്കിയാണ് അക്കാലത്ത് ശിക്ഷാരീതികളൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ദി ബ്രിട്ടീഷ് റിഫോംഡ് ദിസ് സിസ്റ്റം ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയൊക്കെ അവര് മാറ്റി എഴുതി. ഓക്കെ, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പ്രാചീനമായിട്ടുള്ള അങ്ങനെയുള്ള നിയമ സംവിധാനങ്ങളെ ബ്രിട്ടീഷുകാർ മാറ്റി എഴുതി, പൊളിച്ചെഴുതി. In the new system, after hearing the accused, unified punishment was given depending on the nature of the guilt. അങ്ങനെ ബ്രിട്ടീഷുകാർ ഒരു പുതിയ നിയമ സംവിധാനം കൊണ്ടുവന്നു. അത് പ്രകാരം ഏത് രൂപത്തിലാ, ഇന്നൊക്കെയുള്ള രൂപത്തിൽ തന്നെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണോ കോടതി പ്രവർത്തിക്കുന്നത് ആ രൂപത്തിൽ. ഓക്കെ, അതായത് വാദിയുടെയും അതേപോലെ പ്രതിയുടെയും ഒക്കെ വാദം കേട്ട ശേഷം, ഓക്കെ, കൃത്യമായിട്ട് കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച്, കൂടിയ കുറ്റമുണ്ടാവും, ചെറിയ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ കുറ്റത്തിന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ച് ഏകീകൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. അവിടെ എന്തില്ല, അവിടെ ജാതിയില്ല, മതമില്ല, ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടോ ഇല്ല എന്നുള്ള നോട്ടങ്ങളില്ല. ചെയ്ത തെറ്റെന്താണോ അതിനനുസരിച്ചുള്ള ശിക്ഷാരീതികൾ എല്ലാവർക്കും ഒരേപോലെ വിവേചനങ്ങൾ ഇല്ലാതെ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ ആരംഭിച്ചു. ബ്രിട്ടീഷുകാരെ കൊണ്ട് അങ്ങനെ ചില നേട്ടങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. വിത്ത് ദിസ് the principle of equality before law irrespective of caste was established. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ലോ ആൻഡ് ജസ്റ്റിസ്, ഇവിടുത്തെ ലോ സിസ്റ്റം അവർ മാറ്റി എഴുതിയതോടെ ഈ പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന, നിയമത്തിന് മുന്നിൽ സമത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ജാതിക്ക് അതീതമായിട്ട് എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു. Trial courts were started at different places of Kerala. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിചാരണ കോടതികളൊക്കെ, ഓക്കെ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കോടതികൾ, വിചാരണയ്ക്ക് വേണ്ടിയിട്ടുള്ള കോടതികളൊക്കെ അവര് സ്ഥാപിച്ചു. അപ്പൊ നിയമ മേഖലയിൽ, ലീഗൽ സിസ്റ്റത്തിൽ ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായി. നമ്മുടെ ലോസ്, നമ്മുടെ നിയമങ്ങളെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒന്ന് പൊളിച്ചെഴുതി. അത് പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് അനുകൂലമായിട്ടുള്ള, സമൂഹത്തിന് അനുകൂലമായ, ജനങ്ങൾക്ക് അനുകൂലമായ, ഹ്യൂമാനിറ്റിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമ്മുടെ ലീഗൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ്, അവിടെ നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ കാണുന്നത്, തീർച്ചയായിട്ടും നെഗറ്റീവ് അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ, നമ്മുടെ കേരളത്തിലെ ലീഗൽ സിസ്റ്റത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഈ മോഡേൺ ഇവിടെ ആരംഭിച്ച് ട്രാവൻകൂറിന്റെ ഇവിടെ അവസാനിക്കുന്ന ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ മെഡിസിൻ. വൈദ്യശാസ്ത്ര രംഗത്ത്, മെഡിസിൻ രംഗത്ത് ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ എപ്രകാരമായിരുന്നു എന്നാണ്. നോക്കാം. Modern medicine gained more importance than Kerala's traditional Ayurvedic system of medicine during the British rule. കേരളത്തിന്റെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് നമുക്കറിയാം ആയുർവേദമാണ്.
എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ആയുർവേദത്തെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിന് കൈവന്നു? മോഡേൺ മെഡിസിൻ. ഓക്കെ, മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അലോപ്പതി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സാധനം തന്നെ. ഓക്കെ, അലോപ്പതി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു ചികിത്സാ രീതിക്ക് കൂടുതൽ പ്രാധാന്യം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉണ്ടായി. നമ്മുടെ പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ രീതിയുടെ ഇമ്പോർട്ടൻസ് ഒരല്പം കുറയാൻ തുടങ്ങി. സ്മോൾ പോക്സ് വാക്സിനേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മലബാർ. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് മലബാറിൽ സ്മോൾ പോക്സ് തടയാനുള്ള കുത്തിവെപ്പ്. സ്മോൾ പോക്സ് എന്ന് പറയുമ്പോൾ വസൂരി എന്നറിയപ്പെട്ടിരുന്ന അക്കാലത്ത് ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു അസുഖമാണ്. അതല്ലെങ്കിൽ ഒന്നാണ് ഇത് സ്മോൾ പോക്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ സ്മോൾ പോക്സ് വാക്സിനേഷൻ, വസൂരിക്കെതിരായിട്ടുള്ള കുത്തിവെപ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കേരളത്തിൽ ആദ്യമായിട്ട് നടന്നു. ഇവിടെ മലബാറിൽ നടന്നു. ഓക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് were started in മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. അതേപോലെ സർക്കാർ ആശുപത്രികൾ, അലോപ്പതിയുമായി ബന്ധപ്പെട്ട സർക്കാർ ആശുപത്രികൾ മലബാറിലും കൊച്ചിയിലും ട്രാവൻകൂറിലൊക്കെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ മെഡിസിനുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ടുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ആയുർവേദ, ദി ഇമ്പോർട്ടൻസ് ഓഫ് ആയുർവേദ വാസ് റീപ്ലേസ്ഡ് ബൈ മോഡേൺ മെഡിസിൻ. അലോപ്പതി അല്ലെ, ആയുർവേദത്തിന് പകരം മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി കൂടുതൽ പ്രാധാന്യം കൈവരിച്ചു. വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഒരു സെന്റൻസ് നമ്മൾ വിട്ടുപോയി. ദി ട്രാവൻകൂർ റൂളേഴ്സ് ഫോംഡ് എ കമ്പനി ടു ഇമ്പോർട്ട് മെഡിസിൻസ് ഫ്രം ഇംഗ്ലണ്ട്. അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് മരുന്നുകൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തു? കമ്പനികൾ സ്ഥാപിച്ചു. ഓക്കെ, ഈ മോഡേൺ മെഡിസിന്റെ ഭാഗമായി അലോപ്പതി മരുന്നുകൾ ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക കമ്പനികളൊക്കെ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ മലബാറിലും കൊച്ചിയിലും ട്രാവൻകൂറിലൊക്കെ ആശുപത്രികളും സ്ഥാപിച്ചു. ഓക്കെ, ഇനി ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദി സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ ദി സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ കേരള. സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ പിന്തുടർച്ചാ സംവിധാനം, പിന്തുടർച്ചാ ക്രമം എന്നൊക്കെ പറയാം. അതായത് സ്വത്തിന്റെ കൈമാറ്റം ഏത് രൂപത്തിലായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അത് ഏത് രൂപത്തിലേക്ക് മാറി എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കാം. ദി സിസ്റ്റം ഓഫ്, ഈ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് അതിനെ പറ്റിയാണ് കേട്ടോ. ദി സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് then existed among some communities in Kerala was മരുമക്കത്തായം, that is matrilineal in nature. അതായത് കേരളത്തില് ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക സമുദായങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പിന്തുടർച്ചാ ക്രമം എന്ന് പറയുന്നത് മാതാവ് വഴിയുള്ള മരുമക്കത്തായ സിസ്റ്റമായിരുന്നു. ഓക്കെ, അച്ഛനേക്കാൾ കൂടുതൽ പ്രാധാന്യം അമ്മയ്ക്കാണ്. അമ്മയിൽ നിന്ന് പെൺകുട്ടികളിലൂടെ ആ രൂപത്തിൽ സ്വത്തിന്റെ കൈമാറ്റം നടന്നിരുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾ നമ്മുടെ കേരളത്തിൽ പല പ്രദേശത്തും ഉണ്ടായിരുന്നു. മരുമക്കത്തായം എന്ന് പറയുന്നത് അതാണ്. സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്. സ്വത്തിന്റെ കൈമാറ്റം സ്ത്രീകളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ മാട്രിലീനിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പുരുഷനാണ് മേധാവിത്വം, പുരുഷനിലൂടെയാണ്, ആൺമക്കളിലൂടെയാണ് സ്വത്തിന്റെ കൈമാറ്റമെങ്കിൽ നമ്മൾ അതിനെ പാട്രിലീനിയൽ എന്നാ പറയുക, പാട്രിലീനിയൽ. എന്നാൽ മരുമക്കത്തായത്തിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളത് മാട്രിലീനിയൽ എന്ന പേരിൽ വിളിക്കുന്നു. ഓക്കെ, മാട്രിലീനിയൽ. അപ്പൊ മരുമക്കത്തായ സിസ്റ്റമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക. ബ്രിട്ടീഷുകാർ വരുമ്പോൾ കേരളത്തിൽ എല്ലാ വിഭാഗത്തിലും എല്ലാ മതത്തിലും അല്ല പറയുന്നത്, among some communities. ഓക്കെ, ചില വിഭാഗങ്ങൾക്കിടയിൽ അവർ ഫോളോ ചെയ്തിരുന്നത് മരുമക്കത്തായ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. മരുമക്കത്തായം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മാട്രിലീനിയൽ ഇൻ നേച്ചർ. ഓക്കെ, മാട്രിലീനിയൽ ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ മാതാവിന് അല്ലെങ്കിൽ പിന്നീടുള്ള പെൺമക്കൾക്ക് ആ രൂപത്തിലാണ് സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നത്, അവർക്കാണ് കൂടുതൽ പ്രാധാന്യം. എന്നാൽ the English educated youths revolted against this and even initiated lawsuits. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയ, ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ യുവാക്കള് എന്ത് ചെയ്തു? ഇതിനെതിരെ ചില കേസുകളൊക്കെ കോടതിയിൽ ഫയൽ ചെയ്തു. ഇതിനെതിരെ കലാപത്തിനിറങ്ങി, അതല്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദിച്ചു. ചില കേസുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്തു. ആസ് എ റിസൾട്ട് ആക്ട്സ് were introduced against the matrilineal system in Travancore. അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് എന്തുണ്ടായി? ഈ മാട്രിലീനിയൽ സിസ്റ്റത്തിനെതിരെ, മരുമക്കത്തായ സിസ്റ്റത്തിനെതിരെ, മാട്രിലീനിയൽ സിസ്റ്റത്തിനെതിരെ, ഈ ഒരു മാതൃദായ ക്രമത്തിനെതിരെ എന്തുണ്ടായി? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അതിനെതിരായിട്ടുള്ള ചില നിയമങ്ങൾ നിലവിൽ വന്നു.
എവിടെയൊക്കെ? ട്രാവൻകൂറിലും മലബാറിലും കൊച്ചിയിലും, അതായത് കേരളത്തിൽ മുഴുവനായിട്ട്. ഓക്കെ, ആക്ട്സ് വർ ഇൻട്രൊഡ്യൂസ്ഡ്, ചില നിയമങ്ങൾ നിലവിൽ വന്നു അഗൻസ്റ്റ് മാട്രിലേനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. The new regulations stressed patrilineal inheritance by which all the members in the family could enjoy rights over property. അങ്ങനെ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ അത് എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുത്തത്? അത് ഇമ്പോർട്ടൻസ് കൊടുത്തത് പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് ആണ്. പിതൃദായ ക്രമം എന്ന് പറയും നമ്മൾ. അതായത് പുരുഷനാണ് അവിടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. പിന്നെ പുരുഷന്മാരിലൂടെയുള്ള സ്വത്തിന്റെ കൈമാറ്റമാണ്. അതേ സമയത്ത് തന്നെ പ്രോപ്പർട്ടിന്റെ മുകളിൽ ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. ആ രൂപത്തിലുള്ള ചില മാറ്റങ്ങൾ ഈ സ്വത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായി. Okay, so the new regulations stressed patrilineal inheritance by which all the members in the family could enjoy rights over property. ഓക്കെ, അപ്പൊ ഈ പുതിയ നിയമപ്രകാരം തറവാട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും, ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും സ്വത്തിന് മേൽ അവകാശം ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. എങ്കിലും അത് പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസിനാണ് കൂടുതൽ, അതായത് പുരുഷനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഈ ഒരു പുതിയ സിസ്റ്റത്തിലൂടെ വരുന്നത്. ഓക്കെ, മുമ്പ് സ്ത്രീകൾക്കായിരുന്നെങ്കിൽ ഇവിടെ പുരുഷന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് വരുന്ന രൂപത്തിലേക്കായി. എങ്കിലും ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും സ്വത്തിന് മേൽ എന്തുണ്ട്? അവകാശമുണ്ട്. The new system led to the decline of joint families and the തറവാടു system. അപ്പൊ ഈ പുതിയ രൂപം വന്നപ്പോൾ, പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് ആരംഭിച്ചപ്പോൾ അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത്, അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഡിക്ലൈൻ ഓഫ് ജോയിന്റ് ഫാമിലീസ് ഓർ ഡിക്ലൈൻ ഓഫ് തറവാടു സിസ്റ്റം. ഓക്കെ, ജോയിന്റ് ഫാമിലി സിസ്റ്റം അല്ലെങ്കിൽ തറവാട് സമ്പ്രദായം. തറവാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ജോയിന്റ് ഫാമിലീസ് ആണ് തറവാട്ടിൽ ഉണ്ടാവുക. ഓക്കെ, അച്ഛനും അമ്മയും മക്കളും മാത്രമല്ല, അച്ഛൻ, അമ്മ, അവരുടെ മക്കൾ, അവരുടെ മക്കൾ, അതാ പേരക്കുട്ടികൾ, അങ്ങനെയുള്ള പിന്നെ 1-2 ജനറേഷൻസ്, 2-3 ജനറേഷൻസ് ഒരുമിച്ച് താമസിക്കുന്ന, ഓക്കെ, സെപ്പറേറ്റ് ന്യൂക്ലിയർ ഫാമിലികളായി മാറാതെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന വലിയ കുടുംബങ്ങളാണ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. തറവാടുകൾ അങ്ങനെയാണ് ഉണ്ടാവുക. എന്നാൽ ഈ ഒരു പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് വന്നപ്പോൾ, മുമ്പ് മാട്രിലീനിയൽ സിസ്റ്റം ആയിരുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള മരുമക്കത്തായ സമ്പ്രദായമായിരുന്ന സമയത്ത് ഇങ്ങനെയുള്ള തറവാടുകളും ജോയിന്റ് ഫാമിലിയും ഒക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ അത് പിന്നീട് എല്ലാവർക്കും സ്വത്തിന് മേൽ അവകാശം എന്ന ഒരു രീതി വന്നപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വത്തുകളൊക്കെ പ്രത്യേകം വിറ്റ് ആ ഷെയർ കൊടുത്തൊഴിവാക്കി പ്രത്യേകം വീടുകളൊക്കെ വെച്ച് ന്യൂക്ലിയർ ഫാമിലികളായിട്ട് മാറാൻ തുടങ്ങി, അങ്ങനെ പോവാൻ തുടങ്ങി. അപ്പൊ അതെന്തിനു കാരണമായി? ദാറ്റ് ലെഡ് ടു ദി ഡിക്ലൈൻ ഓഫ് ജോയിന്റ് ഫാമിലീസ് ഓർ ലെഡ് ടു ദി ഡിക്ലൈൻ ഓഫ് തറവാടു സിസ്റ്റം. അപ്പോൾ പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസ് ഇങ്ങനൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലുള്ള ഇങ്ങനെയുള്ള തറവാട് സമ്പ്രദായത്തിന്റെ തകർച്ചക്ക്, അതേപോലെ കൂട്ടുകുടുംബത്തിന്റെ തകർച്ചക്കൊക്കെ അത് കാരണമായിട്ടുണ്ട്. Though these reforms were introduced to exploit the natural resources of Kerala and to make administration smooth, they also prompted modernization of the society of Kerala. ഇപ്പൊ നമ്മൾ വായിച്ച സെന്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു സ്വത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇന്ന് നമ്മൾ മൊത്തം പറഞ്ഞ ക്ലാസിന്റെ ഒരു മൊത്തത്തിലുള്ള കൺക്ലൂഷനാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള ഒരുപാട് റിഫോംസ് എല്ലാ രംഗത്തും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടല്ല, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേരളത്തില് പിന്നെ കേരളത്തോടുള്ള ഇഷ്ടം കൊണ്ടോ ആ രൂപത്തിലൊന്നും ബ്രിട്ടീഷുകാർ ചെയ്തതല്ല. മറിച്ച് കേരളത്തിലുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും അതേപോലെ തന്നെ ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ ഭരണം ഒന്നുകൂടി എളുപ്പമാക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെയുള്ള പല റിഫോംസും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഏതൊക്കെ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്? ഇവിടെ ഏറ്റവും ആദ്യം കുറെ ആളുകളെ നമ്മൾ ഓരോ പബ്ലിക്കേഷനുമായി, പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത്. പിന്നീട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മിഷണറീസിന്റെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് പിന്നീട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓൺ എഡ്യൂക്കേഷൻ. അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ ഓർ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ ലീഗൽ സിസ്റ്റം, നമ്മുടെ നിയമ സംവിധാനത്തിൽ ബ്രിട്ടീഷുകാരുടെ ഇടപെടലാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ നോക്കിയത്. അതിനുശേഷം അടുത്ത പാരഗ്രാഫിലോ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ മെഡിസിൻ,
ഓക്കെ, വൈദ്യശാസ്ത്ര രംഗത്ത്, ചികിത്സാ രംഗത്ത് ബ്രിട്ടീഷുകാരുടെ ഇടപെടലാണ് നോക്കിയത്. ഏറ്റവും അവസാനം ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ചാക്രമവുമായി, സ്വത്തിന്റെ പിന്തുടർച്ചാക്രമവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ ഇടപെടലാണ് ഏറ്റവും അവസാനം നമ്മൾ നോക്കിയത്. അപ്പോൾ ഓരോ പാരഗ്രാഫും ഓരോരോ പ്രത്യേക മേഖലയെ പറ്റിയാണ് പഠിക്കുന്നത്. ആ രൂപത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ എളുപ്പത്തിൽ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിന്റെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അടുത്ത ക്ലാസ്സിന്റെ ഹെഡിങ് നോക്കി വെച്ച ശേഷം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് റിഫോം മൂവ്മെന്റ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതേപോലെ സാമൂഹിക മാറ്റങ്ങളുമാണ്. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട റിഫോം മൂവ്മെന്റ്സ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അതേപോലെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ, അതൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രത്യാശയോടെ തൽക്കാലം ഇന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.